Hi friends, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കേരള സ്റ്റൈൽ ഫിഷ് മസാലയാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫിഷ് മസാലക്കറി തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യമായി നമുക്ക് നമ്മുടെ ഫിഷ് മാരിനേറ്റ് ചെയ്തിരിക്കണം. അതിനാണ് ഞാനിവിടെ 1/2 കിലോ ബരാക്കുട പറഞ്ഞ ഫിഷ് എടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഏത് ഫിഷ് ആയാലും കുഴപ്പമില്ല, പക്ഷെ അതെല്ലാം മാംസമുള്ള ഫിഷ് എടുക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴേ നമ്മളെ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ആദ്യം ഇത് മാരിനേറ്റ് ചെയ്യാൻ നോക്കാം. അതിനാണ് ഞാൻ ഇവിടെ ബൗളിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. ഇനി അതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാൻ പോവാ. ഇപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഫിഷ് ഓരോന്ന് ആഡ് ചെയ്തിട്ട് നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കാം. ഇപ്പൊ അതേ നമ്മുടെ ഫിഷൊക്കെ ഞാൻ നല്ലോണം മാരിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം നമുക്ക് ഇതിലേക്കുള്ളൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാൻ ഇവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് സൺഫ്ലവർ ഓയിലും കുഴപ്പമില്ല, കോക്കനട്ട് ഓയിലായാലും കുഴപ്പമില്ല. അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിൽ ഒണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 2 പട്ട, 2 ചെറിയ പീസ് പട്ട, 2 ഏലക്കായ, അതുപോലെ ഒരു 3-4 കരയാമ്പൂ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഒണിയനൊക്കെ ജസ്റ്റ് ഒന്ന് എങ്ങനെയും കട്ട് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് അരച്ചെടുക്കാമല്ലോ എന്തായാലും. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ നല്ലൊരു ഫ്ലേവർ നൽകും നമ്മുടെ കറിക്ക്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 5 കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആഡ് ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം, വലിയ ജീരകം. അതുപോലെ 1 ടീസ്പൂൺ തന്നെ നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് നല്ല പച്ചമല്ലി ഉണ്ടെങ്കിൽ അതായാലും ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരു 2-3 മിനിറ്റ് വരെ ഇളക്കിയാൽ മതിയാവും. നമ്മൾ ഈ പൊട്ടുകടലൊക്കെ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന വരെ ഇളക്കാം. പിന്നെ ഈ കോക്കനട്ടിന്റെ ഒന്നും കളർ മാറാൻ നിൽക്കൊന്നും വേണ്ട, ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തണുത്തതിന് ശേഷം നല്ലോണം അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതിപ്പോ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഇവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ പീസസ് ഓയിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫിഷ് നല്ലോണം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ മസാലയിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതാണ് നമുക്കിത്. ഇപ്പൊ നമ്മളെ ഫിഷൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ളൊരു ഗ്രേവി തയ്യാറാക്കി എടുക്കാം.
ഞാൻ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത ആ സെയിം ഓയിലിൽ നിന്ന് ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുള്ളത്. ഞാൻ അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്തെടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് വേപ്പില. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഈ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള തക്കാളി ഒന്ന് ജസ്റ്റ് പേസ്റ്റ് പോലെ മിക്സിയിൽ അരച്ചിട്ട് അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ തക്കാളി ഇപ്പം അരച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കൂടണ്ട. ഇനി തക്കാളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ തക്കാളിയുടെ ക്രോസ് സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്യാം. ഇനി മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ റോസ്മെല്ല് മാറുന്നത് വരെ ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഈ മുളക് പൊടിയുടെ ഒക്കെ പച്ചമണൊക്കെ മാറി നല്ലോണം ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ്, ആ കോക്കനട്ടിന്റെ അരപ്പില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചൊരു കപ്പ് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോവാം. നമ്മൾ ചൂടുവെള്ളം വേണം അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. പച്ചവെള്ളം ഒരിക്കലും ആഡ് ചെയ്യരുത്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിന്നൊക്കെ എണ്ണ ഒന്ന് തെളിഞ്ഞു തുടങ്ങുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലോണം വെള്ളമൊക്കെ വറ്റി നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫിഷിന്റെ മുകളിലേക്ക് മിക്സ് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഫിഷ് നല്ലോണം കവർ ചെയ്യുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫിഷിൽ ഈ മസാല ഒക്കെ നല്ലോണം പിടിക്കണം. അതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ. ഇനി നമുക്ക് 2-3 മിനിറ്റോളം ഈ ബട്ടറിന് മെൽറ്റ് ചെയ്യുക, മസാലയൊക്കെ പിടിക്കുന്ന വരെ ഒന്ന് കുറച്ചു നേരം മൂടിച്ച് വേവിക്കാം. ഇപ്പൊ നമ്മുടെ ബട്ടറൊക്കെ നല്ലോണം മെൽറ്റായി ആ ഫിഷിലൊക്കെ മസാല പിടിച്ചിട്ടുണ്ടാവും. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം എടുത്ത് കൊടുക്കാം. നല്ല ചൂട് വെള്ളം, തിളച്ച വെള്ളം എടുത്ത് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാല് ഈ കറി നമ്മുടെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി തിക്കാവും. കാരണം ഇതിൽ കാഷ്നട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മള്. അപ്പൊ കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കനെ മിക്സ് ചെയ്തോളാം, അല്ലെങ്കിൽ ആ ഫിഷൊക്കെ ഒന്ന് പൊട്ടിപ്പോവും. ജസ്റ്റ് പതുക്കനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം.
ഞാൻ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവർ തരും നമ്മുടെ കറിക്ക്. ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഫിഷ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് ചപ്പാത്തി, പൊറോട്ട, അതുപോലെ നെയ്ച്ചോറിനെ കൂടെ ഒക്കെ വളരെ നല്ല കോമ്പിനേഷനാണ് നമ്മുടെ ഈ ഫിഷ് കറി മസാല. അപ്പൊ ആരും മറക്കാതെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.